السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على رسولك سيدنا محمد وعلى آل سيدنا محمد. رياض الصالحين ക്ലാസ് നമ്പർ 5 ആണ്. وعن أبي يزيد معن بن يزيد بن الأخنس رضي الله عنهم. ഇന്നത്തെ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് അബൂ യസീദ് റളിയല്ലാഹു തആല അൻഹു ആണ്. ത്തിൻ്റെ പേര് മഅനി എന്നാണ്. യസീദിൻ്റെ മകനാണ്. യസീദ് അഖ്നസിൻ്റെ മകനാണ്. വഹുവ വ അബൂഹു വ ജദ്ദുഹു സ്വഹാബിയൂൻ. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പിതാമഹനും അതുപോലെ പിതാവും എല്ലാവരും സ്വഹാബികളാണ്. ഖാല, അദ്ദേഹം പറയുന്നു, കാന അബി, എൻ്റെ വാപ്പയായിരുന്നു, അതായത് യസീദ് എന്നവരായിരുന്നു, അഖ്റജ ദനാനീറ, കുറച്ച് ദീനാർ എന്ന് പറഞ്ഞാൽ സ്വർണ്ണ നാണയം നീക്കിവെച്ചു. അഖ്റജ എന്ന് പറഞ്ഞാൽ പുറപ്പെടുവിച്ചു എന്നർത്ഥം. യതസദ്ദഖു ബിഹ, എന്തിനാണ് നീക്കിവെച്ചത്? സ്വദഖ ചെയ്യാൻ വേണ്ടി. ഫവളഅഹ, അങ്ങനെ അദ്ദേഹം അതിനെ വെച്ചു. ഇൻദ റജുലിൻ ഫിൽ മസ്ജിദി, പള്ളിയിലുള്ള ഒരാളുടെ കയ്യിൽ. അതായത് അദ്ദേഹത്തിന് സദഖ കൊടുക്കണം. നേരിട്ട് ഒരു പാവത്തിനെ ഏൽപ്പിക്കുന്നതിന് പകരമായിട്ട് പള്ളിയിൽ ചെന്നുകൊണ്ട് ഒരാളുടെ കയ്യിൽ ആ സദഖ കൊടുത്തിട്ട് അവകാശികൾക്ക് കൊടുത്തോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ മകൻ പറയുകയാണ്, ഫജ്തു, ഞാൻ പോയി, ഫഅഖദ്തുഹ, ഞാൻ പോയിട്ട് ആ വാപ്പ ഏൽപ്പിച്ച സദഖയെ ഞാൻ എടുത്തു. ഫഅതൈതുഹു, എന്നിട്ട് ഞാൻ ബാപ്പാൻ്റെ അടുത്തേക്ക് പോയി, ബിഹ, ഞാൻ എടുത്ത ആ ദീനാറുകളുമായിട്ട്. ഫഖാല, അന്നേരം ബാപ്പ പറഞ്ഞു, വല്ലാഹി, അല്ലാഹുവാണ് സത്യം, മാ ഇയ്യാക, നിന്നെയല്ല അറത്തു, ഞാൻ ഉദ്ദേശിച്ചത്. ഞാനവിടെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ആ സദഖയുടെ പണം കൊടുക്കുമ്പോൾ നിനക്ക് നൽകണമെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ അദ്ദേഹം പറയുന്നു, ഫഖാസംതുഹു ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖാസംതുഹു, ഈ ഒരു വിഷയം ഞാൻ ബോധിപ്പിച്ചു, അതല്ലെങ്കിൽ എസ്കലേറ്റ് ചെയ്തു. എവിടേക്ക്? ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക്. അതായത് വാപ്പയും മകനും തർക്കത്തിലായപ്പോൾ സ്വാഭാവികമായിട്ടും പരിഹാരം വേണം. പരിഹാരം എവിടെ നിന്നാണ്? നബി തങ്ങളിൽ നിന്നാണ്. സദഖ പറ്റോ? വാപ്പ മകന് സദഖ കൊടുത്താൽ ശരിയാവോ? അങ്ങനെ ഫഖാല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലകമാ നവൈത യാ യസീദ്, ലകമാ നവൈത, നിനക്കാണ് നീ ഉദ്ദേശിച്ച കാര്യം എന്ന് പറഞ്ഞാൽ നിന്റെ നീയത്ത് എന്തായിരുന്നു? ബാപ്പാൻ്റെ നീയത്ത് ഏതെങ്കിലും സാധുക്കൾക്ക്, മിസ്കീനിന് ആ പണം കൊടുക്കണമെന്നല്ലേ? ആ നീയത്തിൻ്റെ കൂലി ബാപ്പാക്ക് കിട്ടിയിട്ടുണ്ട്. ലകമാ നവൈത യാ യസീദ്, ഇതാണ് നമ്മുടെ ഹദീസിൻ്റെ തെളിവ്. നമ്മൾ ഇഖ്ലാസിനെ കുറിച്ചാണ് പറയുന്നത്. നീയത്തനുസരിച്ച് കൂലി കിട്ടും. മകന് കൊടുക്കണമെന്നുള്ള ഉദ്ദേശത്തോടെയല്ല ബാപ്പ അവിടെ ഒരു ഫക്കീറിനെ ഏൽപ്പിക്കണമെന്നാണ് ഉദ്ദേശിച്ചിരുന്നത്. ആ ഫക്കീറിന് കൊടുത്ത അതേ കൂലി കിട്ടും. വലക മാ അഖദ്ത യാ മഅൻ, അതേസമയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മകൻ മഅൻ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, നീ പോയി വാങ്ങിയല്ലോ, നീ യഥാർത്ഥ ദരിദ്രൻ തന്നെയാണ്, ഒരു മിസ്കീൻ തന്നെയാണ്, അപ്പോൾ നിനക്ക് അവകാശമുണ്ട്. വലക്ക, നിനക്ക് അവകാശപ്പെട്ടിട്ടുണ്ട്, മാ അഖദ്ത, നീ അവിടെ നിന്ന് എടുത്തത്, യാ മഅൻ. അപ്പോൾ ഈ ഒരു ഹദീസ് കൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്ന ചില പാഠങ്ങൾ, ബുഖാരി ഇമാമാണ് ഇത് ഉദ്ധരിച്ചിട്ടുള്ളത്. ഒന്നാമതായിട്ട്, സദഖ എന്നുള്ളത് കൂലി കിട്ടുന്ന ഒരു കാര്യമാണ്. അത് അവൻ്റെ നീയത്ത് അനുസരിച്ചാണ്. നമ്മളിപ്പോൾ ഒരു സാധു എന്ന് മനസ്സിലാക്കിയിട്ട് ഒരാൾക്ക് സദഖ കൊടുത്തു. പിറ്റേ ദിവസം മനസ്സിലായി ആൾ സാധുവൊന്നുമല്ല, ആൾ നല്ല പണക്കാരൻ തന്നെയാണ്. എന്നാൽ ഒരു സാധുവിന് കൊടുത്ത സദഖ കൊടുത്ത കൂലി കിട്ടൂലേ എന്ന് ബേജാറാകണ്ട. കാരണം സദഖ കൊടുക്കുമ്പോൾ നമ്മുടെ ലക്ഷ്യം എന്തായിരുന്നു? അദ്ദേഹം ഒരു സാധു എന്നുള്ളതായിരുന്നു. എങ്കിൽ അത് മതി എന്നർത്ഥം.
പിന്നെ ഇവിടെ സദഖ എന്ന് പറഞ്ഞാൽ സക്കാത്തല്ല, വാപ്പ മകന് സക്കാത്ത് കൊടുക്കാൻ പറ്റൂല. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ഫക്കീറിന് അത് എത്തിയില്ലെങ്കിലും നമ്മൾ കൊടുത്തത് ഒരു ഫക്കീർ അല്ല എന്ന് പിന്നെ അറിഞ്ഞാലും അല്ലാഹു തആല കൂലി തരും, ഫക്കീറിന് കൊടുത്ത കൂലി തന്നെ തരും. രണ്ടാമതായിട്ട് നമുക്ക് നല്ല സാമൂഹിക പ്രതിബദ്ധത വേണം. ഇവിടെ വാപ്പാക്ക് അറിയാം മകന് ഒരു ഫക്കീറാണ് എന്നുള്ളത്, മകന് അത്യാവശ്യം കൊടുക്കുന്നുണ്ടാകണം. എന്നാൽ ഇപ്രാവശ്യം നമുക്കെന്ത് ചെയ്യാം? കുടുംബത്തിൻ്റെ പുറത്തുള്ള ഒരുപാട് ഫക്കീറന്മാരും മിസ്കീനന്മാരും ഉണ്ട്, നാട്ടുകാരുണ്ട്, അവരെ ഏൽപ്പിക്കാം എന്ന് ബാപ്പ ചിന്തിക്കുകയാണ്. ഈ ഒരു ചിന്ത നമുക്കും വേണം. നമ്മുടെ വീട്ടിൽ നാം കുടുംബക്കാർക്ക് ചെലവഴിക്കുന്നത് പോലെ ചുറ്റുഭാഗത്ത് അയൽവാസികളും നാട്ടുകാരുമുള്ള പാവങ്ങളും ഒക്കെ നമുക്ക് ശ്രദ്ധ വേണം. അത് ഈ ബാപ്പ മകന് ഫക്കീറാവലോടെ വേറെ ഒരാൾക്ക് മിസ്കീന്മാർക്ക് പണം കൊടുക്കാൻ വേണ്ടി ഏൽപ്പിച്ചു എന്നുള്ളത് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മൂന്നാമതായിട്ട് നമുക്ക് യഥാർത്ഥ അവകാശികൾക്ക് ഈ സദഖ എത്തിക്കണമെന്നുള്ള അതിയായ ആഗ്രഹം വേണം. അതെവിടെ നിന്ന് മനസ്സിലായി? ഈ യസീദ് മഅനിൻ്റെ വാപ്പ നേരിട്ട് ഒരു ഫക്കീറിന് സദഖ കൊടുക്കാൻ അദ്ദേഹത്തിന് സമയമില്ല, അതല്ലെങ്കിൽ അദ്ദേഹത്തിന് അറിയില്ല ആരാണ് ഇതിൻ്റെ യഥാർത്ഥ അവകാശികളെന്ന്. അപ്പോൾ അദ്ദേഹം എന്തു ചെയ്തു? യഥാർത്ഥ അവകാശികൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അത് പള്ളിയിൽ വെച്ചു ഒരാൾ ഏൽപ്പിച്ചു, ഏതെങ്കിലും ഒരു അവകാശി വന്നാൽ കൊടുക്കണം. അങ്ങനെ തന്നെ നമുക്കും ചെയ്യാം. യഥാർത്ഥ അവകാശികൾക്ക് എൻ്റെ പണം കിട്ടാൻ വേണ്ടി അതുമായി പ്രവർത്തിക്കുന്ന ആളുകളുടെ കയ്യിൽ നമ്മൾ പണം കൊടുത്താൽ മതി, അവർ കൃത്യമായി അത് അവകാശികൾക്ക് എത്തിക്കും. പക്ഷേ ആ വക്കീല്, നമ്മൾ ഏൽപ്പിക്കുന്ന ആൾ നല്ല വിശ്വാസിയായിരിക്കണം, നല്ല ട്രസ്റ്റി ആയിരിക്കണം. അതാണ് നമ്മളിപ്പോൾ സ്ഥാപനങ്ങൾക്കൊക്കെ സദഖ കൊടുക്കുമ്പോൾ എന്താണ് നമ്മൾ ചെയ്യുന്നത്? നമുക്കൊരു മുത്തഅല്ലിമിനെ കാണാൻ കഴിയുന്നില്ല, കണ്ടെത്താൻ കഴിയുന്നില്ല, അവകാശികൾ ആരാണെന്ന് അറിയില്ല. അപ്പോൾ നമ്മൾ ആ സ്ഥാപനങ്ങൾ മുത്തഅല്ലിമീങ്ങളെ പരിപാലിക്കുന്ന നടത്തുന്ന ഉസ്താദുമാർ വന്നു അവരുടെ കയ്യിൽ സദഖ കൊടുക്കുന്നു. എന്തിന്? മുത്തഅല്ലിമീങ്ങൾക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്. അതൊരു നല്ല പ്രവണതയാണ്, നമുക്കിതുകൊണ്ട് മനസ്സിലാക്കാം. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ഹദീസ് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.